ഹായ് വ്യൂവേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് ഇന്നത്തെ ടെസ്റ്റിമോണിയൽസ് നോക്കാം. നമ്മുടെ തലശ്ശേരി ദം ചിക്കൻ ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നു അർച്ചന ഹരി. അർച്ചന ഈ റെസിപ്പി 3 തവണ ട്രൈ ചെയ്തിട്ട് അടിപൊളി റിസൾട്ട്സ് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അർച്ചന പറയുന്നു, ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈ സെൽഫ് എന്ന്. ഇതെനിക്ക് കേട്ടിട്ട് വല്ലാത്ത സന്തോഷം തോന്നുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം റെസിപ്പീസ് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഫീലിംഗ് കിട്ടുമ്പോൾ, അത് നിങ്ങൾ എന്നായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ പറ്റണില്ല. ശരിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. താങ്ക്സ് അർച്ചന. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല മത്തി വറ്റിച്ചത്, ചോറിനായിട്ട് കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല സ്പൈസി മത്തി വറ്റിച്ചത്. ഇതിപ്പോൾ വേറെ മീനായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ഗോൾഡൻ പോംഫ്രറ്റ് ഒക്കെ വെച്ചുണ്ടാക്കാറുണ്ട്. അതുപോലെ നെയ്മീൻ വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ മത്തി വറ്റിച്ചതിൻ്റെ ഒരു പ്രത്യേകത വേറെ തന്നെ. ഇതിപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പിയാണ്. വളരെ എളുപ്പമാണ് കേട്ടോ. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തി കിട്ടുമ്പോൾ ഇത് ഉണ്ടാക്കാവൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് വേഗം നോക്കാം. ആദ്യം നമുക്ക് അരച്ച് പേസ്റ്റ് ആക്കാനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഞാനിവിടെ 20 പിരിയം മുളക് എടുത്തിട്ടുണ്ട്. കാരണം ഈ നല്ല മണമുള്ളൊരു പിരിയം മുളക് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇതിപ്പോൾ അതില്ലെങ്കിൽ കുഴപ്പമില്ല. നല്ല മുളക് പൊടി 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചാൽ മതി. പിന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ, 10-12 കുരുമുളക്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 സവാള ചോപ്പ് ചെയ്തത്, 4 വലിയ അല്ലിയുള്ള വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ വരും ഇത് ചോപ്പ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചോപ്പ് ചെയ്തത്, 2-3 കഷ്ണം കുടംപുളി. ഇത് പുളി അനുസരിച്ചിട്ട് വേണം ചേർക്കാൻ. 2-3 തണ്ട് കറിവേപ്പില, 1/2 കിലോ മത്തി നന്നാക്കി ക്ലീനാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത് കറിക്ക് വേണ്ടി. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഉണക്കമുളക്, മല്ലിപ്പൊടി, ഉലുവ, കുരുമുളക് ഇതൊക്കെ ചേർത്ത് അരച്ച് പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. അതിനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പേസ്റ്റ് ആക്കി കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മളൊരു മൺചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം സവാള, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇതൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി വഴണ്ട് കിട്ടിയതിന് ശേഷം സവാളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്, കളറൊക്കെ ഒന്ന് ഗോൾഡൻ ആയിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മുളകിൻ്റെ പച്ചമണം മാറി കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. കാരണം ആ മുളകിൻ്റെ തീരെ അടി പിടിച്ച മണം വരരുത്, നമ്മുടെ കറി ചീത്തായി പോവും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം തെളിച്ച് കൊടുത്ത് ആ എണ്ണ നന്നായി തെളിഞ്ഞ് വരണം. നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വഴറ്റിയതിന് ശേഷം ഞാൻ ഇത് മുഴുവൻ ഞാൻ ഈ മൺചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. ഇനി ചട്ടിയുടെ അടിയിൽ കുറച്ച് വെളിച്ചെണ്ണ താഴെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മതി. ഒന്ന് സ്പ്രെഡ് ആക്കിയാൽ മതി. എന്നിട്ട് നമ്മുടെ മത്തീൻ്റെ ഒരു ലെയർ താഴെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ മുകളിൽ വരട്ടി വെച്ചിരിക്കുന്നതിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്ത് ഒരു കഷ്ണം കുടംപുളിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള മത്തിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകിയെടുക്കാം.
ഈ മത്തി ഒന്ന് മൂടി കിട്ടാനും വേണ്ടി ആവശ്യമുള്ള അത്രയും വെള്ളം മതി. ഒന്ന് നന്നായിട്ട് മൂടണം. വെള്ളം കൂടി പോകണ്ട ഈ കറിക്ക്. ഇത് നമ്മൾ ഇനിയൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെ ചാറൊന്ന് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. അങ്ങനെ 1 മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തീ കുറച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ചട്ടി ഒന്ന് ചുറ്റി കൊടുക്കാം. എന്നിട്ടൊരു മൂടി വെച്ചിട്ട് ഇങ്ങനെ മുഴുവൻ മൂടാണ്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് അത് വേവിച്ചെടുക്കാം. നല്ല വറ്റി ഇതുപോലെ നല്ല രുചിയുള്ള ചാറാവണം. അത് പുളിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് പുളി നിങ്ങൾക്ക് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കുടംപുളി മാറ്റിയാൽ മതി. അപ്പോൾ ഇരുന്ന് പിന്നെയും പുളി പിടിക്കൂല. ഇതിപ്പോൾ പല കുടംപുളി വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ട് അതനുസരിച്ചിട്ട് വേണം. പക്ഷെ നല്ല വറ്റിച്ച മത്തിക്കറി റെഡിയാണ്. ചോറ് സെർവ് ചെയ്തോളൂ, നമുക്ക് കഴിക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.